കൊലയാളികളെന്ന് ഞാൻ നിങ്ങളെ വിളിച്ചത് ബോധപൂർവമാണ്. അതിൽ അങ്ങേക്ക് വിഷമമുണ്ടായെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ പാർട്ടിയെ കൊലയാളി പാർട്ടി എന്നല്ലാതെ ഞാൻ എന്തു വിളിക്കും? EP ജയരാജന്റെ ശിരസിൽ എങ്ങനെ വെടിയുണ്ട വന്നു? ഇന്നത്തെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ M മണി 2 രക്തസാക്ഷികളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനെ വെട്ടിക്കൊന്നതാണ് നിങ്ങൾ. എത്ര അനുഭവമുണ്ട്. ഇന്നത്തെ PWD മിനിസ്റ്റർ G സുധാകരൻ അദ്ദേഹത്തിന്റെ സഹോദരനെ അടിച്ച് തലപൊട്ടിച്ച് തലച്ചോറ് ചെതറിയാണ് കൊന്നത്. നിങ്ങളാണ് കൊന്നത്, കോൺഗ്രസ് കൊന്നത്. നമ്മുടെ തോമസ് ഐസക്കിനെ ഈ മഹാരാജാസിന്റെ മുന്നിലിട്ട് കൊല്ലാൻ നിങ്ങൾ വന്നപ്പോ ആള് മാറി. ലക്ഷദ്വീപിലെ മുത്തുക്കോയെ കൊന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? AK ബാലൻ ബ്രണ്ണൻ കോളേജിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ കടാരയുമായി KSU ചാടി വീണപ്പോ തടസ്സം പിടിക്കാൻ ചാടിയതാണ് കോളേജിലെ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അഷറഫ്. തൽക്ഷണം കുത്തേറ്റ് വീണില്ലേ? ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളെ ഞാൻ കൊലയാളി പാർട്ടിന്ന് വിളിച്ചത്. നമുക്ക് കണക്കും സംഭവങ്ങളും ചരിത്രവും വെച്ച് സംസാരിക്കാം. എന്നിട്ടും നിങ്ങളെ വെള്ളപൂശാൻ കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ തയ്യാറാകുമ്പോ ഞങ്ങൾ കേട്ടുനിൽക്കണം. ഇന്ത്യയിൽ ആദ്യമായി ഒരു MLA വെടിവെച്ചു കൊന്നത് ഈ കേരളത്തിലല്ലേ? 969 എന്റെ നാട്ടിലാണ്. അങ്ങേക്കറിയില്ലേ MLA ആരായിരുന്നു എന്ന്? കുഞ്ഞാലിയെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുൻ MLA വെടിവെച്ചു കൊന്നത് നിങ്ങളല്ലേ? 71 അബ്ദുൽ ഖാദറിനെ നിങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്നില്ലേ? പാർട്ടി മാറി CPM ചേർന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ് വെടിവെച്ച് കൊന്നില്ലേ നിങ്ങൾ? ഈ രാജ്യത്താദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാനെ കൊന്നത്, വെട്ടി നുറുക്കിയത് നിങ്ങളല്ലേ? വത്സലിനെ വെട്ടിക്കൊന്നത്. ഈ രാജ്യത്താദ്യമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കല്ലെറിഞ്ഞു കൊന്നത് ഈ കേരളത്തിലാണ്, രാമന്തളിയിൽ. നിങ്ങളുടെ ഘടകകക്ഷിയാണ് ചെയ്തത്. ഇതെല്ലാം ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്കുകൾ ചരിത്രം വെച്ച് അങ്ങ് സംസാരിക്കൂ.